Good morning, dear students. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. യൂണിറ്റിൻ്റെ പേര് പ്രസൻറ്റേഷൻ സ്കിൽസ്, എസെൻഷ്യൽസ് ഓഫ് പ്രസൻറ്റേഷൻ സ്കിൽ. പ്രസൻറ്റേഷൻ സ്കില്ലും പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഇതിൽ. ഇവിടെ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എസെൻഷ്യൽസ് ഓഫ് പ്രസൻറ്റേഷൻ. എന്താണ് പ്രസൻറ്റേഷൻ എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ്റെ ഔട്ട്ലൈൻ തയ്യാറാക്കുക, ദെൻ യൂസ് ഓഫ് സിഗ്നലിംഗ്, സൈൻ പോസ്റ്റിംഗ് ആൻഡ് ലിസ്റ്റിംഗ് ടെക്നിക്സ് ഇൻ പ്രസൻറ്റേഷൻ, ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഹൗ ടു എൻഡ് എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻ്റെ പല രൂപങ്ങളും പഠിച്ചു. ഏറ്റവും അവസാനം കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള ഒരു ഭാഗം കൂടെ നമ്മൾ പഠിച്ചു. അതേപോലെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മറ്റൊരു ഏരിയയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം, ഗ്രൂപ്പായി ഇരുന്നിട്ട് എല്ലാവർക്കും കൂടെ സംസാരിക്കാം. ഇനി ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിന് വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്ന പോലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇൻ്ററാക്റ്റീവ് മെത്തേഡാണ് പ്രസൻറ്റേഷൻ. നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. പ്രസൻറ്റേഷൻസ് ആർ എ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ ടു എ ഗ്രൂപ്പ്. ഒരു കൂട്ടം ആളുകൾക്ക് നമ്മൾ ആശയങ്ങൾ നൽകുന്ന, അവരുമായിട്ട് സംവദിക്കുന്നതിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ ഹാളിൽ ഒരു സ്റ്റേജും ആ സ്റ്റേജിൽ ഒരു സ്ക്രീനും പ്രൊജക്ടറും നമ്മുടെ കയ്യിൽ കുറച്ച് ഡിവൈസും അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു വലിയ ക്ലാസ് റൂമാണ് എന്ത് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണും. പല ക്ലാസ്സുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇഗ്നോ ക്ലാസ് എടുക്കുമ്പോൾ പോലും ഒരു ചെറിയ രീതിയിലുള്ളൊരു പ്രസൻറ്റേഷനാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അല്ലേ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്നെ കാണുന്ന രൂപത്തിൽ ക്യാമറ ഓൺ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. അതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവാണ് എന്ത്, നിങ്ങൾക്ക് ആ പറയുന്ന സംഗതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണിക്കുകയാണ്, അങ്ങനെയല്ല. പ്രസൻറ്റേഷൻ വളരെ സിമ്പിളായിട്ട് പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ട് കാണിക്കുകയാണ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. പല സോഫ്റ്റ്വെയറും ഉണ്ട്. എന്നാൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന MS ഓഫീസിൻ്റെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടല്ലേ, നമ്മൾ PPT ഒക്കെ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർ വെച്ചിട്ട് പ്രസൻറ്റേഷൻ, അത് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാനും പോയിൻറ്റുകൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്തായാലും ഒരു ഗ്രൂപ്പിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന, പഠിപ്പിക്കുന്ന പരിപാടിയാണെന്ന് അറിയാം. ദ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ടു മേക്ക് അവർ മെസ്സേജ് അണ്ടർസ്റ്റുഡ് ആൻഡ് റിമെമ്പേർഡ്. നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് എന്ത് ക്ലാസ്സോ ആവാം, അത് നമ്മുടെ സ്റ്റഡി പർപ്പസിനുള്ള ക്ലാസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവയർനെസ് ആവാം. അതൊക്കെ പെട്ടെന്ന് ഓർമ്മിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുക എന്നതിനേക്കാൾ നിങ്ങളുടെ മൈൻഡിൽ അത് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രസൻറ്റേഷൻ അത്യാവശ്യമാണ്. ഇൻ ഓർഡർ ടു അച്ചീവ് വിത്ത് ദിസ്, ദ പ്രസൻറ്റർ മസ്റ്റ് ബി ക്ലിയർ. വളരെ വ്യക്തമായിട്ട് പറയണം. കോഹറൻറ്റ് ആൻഡ് ആർട്ടിക്കുലേറ്റ് ആൻഡ് കൺവിൻസിങ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം. അല്ലാണ്ട് വെറുതെ വന്ന് സംസാരിച്ച് പോവുക. ചില ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് ആ ബോർഡ് യൂസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എഴുതി, പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിൻ്റാക്കി എഴുതി, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു, അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് നിൽക്കും. എ പ്രസൻറ്റേഷൻ പുട്സ് യുവർ ഡിസ്പ്ലേ ബിഫോർ യുവർ ഓഡിയൻസ്. അപ്പോൾ പ്രസൻറ്റേഷൻ നിങ്ങളുടെ മുന്നിലൊരു ഡിസ്പ്ലേ വെക്കണം. Therefore, in order to be effective, comprehensive, impressive in your presentation, you need to prepare before actually deliver. അപ്പോൾ നിങ്ങളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ, നിങ്ങൾ ആരുടെയും മുന്നിൽ സംസാരിക്കാൻ പോകുമ്പോൾ, ഒരു പ്രസൻറ്റേഷൻ നടത്താൻ പോകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലില്ല, അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു പ്രസംഗമൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, ഒരു സ്പീച്ച് നടത്താൻ വേണ്ടിയിട്ട് ചില പ്രാസംഗികർ പറയാറുണ്ട്, ഒരു സ്പീച്ച്, ഇന്ന വിഷയത്തിലൊരു സ്പീച്ച് നടത്തണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ആ പ്രാസംഗികൻ മാസങ്ങളോളം ഇരുന്ന് പഠിക്കണം. അങ്ങനെ വെറുതെ പോയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ
അത്രയും വർക്ക് അതിൻ്റെ ബാക്കിലുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ അതിന് പ്രിപ്പയർ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈവൻ എക്സ്പേർട്ട് ഇൻ കമ്മ്യൂണിക്കേഷൻ നീഡ് ടു പ്ലാൻ ആൻഡ് പ്രിപ്പയർ ദ പ്രസൻറ്റേഷൻ ഇൻ അഡ്വാൻസ്. നമ്മൾ ഏത് സബ്ജക്റ്റിലും എക്സ്പേർട്ട് ആണെങ്കിൽ പോലും എന്താവശ്യമാണ്? അതിനൊരു പ്രിപ്പറേഷൻ അത്യാവശ്യമാണ്. ഒരു ചെറിയൊരു നമ്മുടെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി തന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? കുറച്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്തൊക്കെ പറയണം, ഏതൊക്കെ പോയിൻ്റ് നോട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ ചിന്തിക്കേണ്ടി വരും. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. പ്രസൻറ്റേഷനും അങ്ങനെ തന്നെയാണ്. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് തരാം. സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് നോക്കണം? ഞാൻ ഈ പ്രൊജക്ടർ വെച്ചിട്ട് ആ പ്രൊജക്ടർ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയിൻ്റുകൾ ആഡ് ചെയ്ത് കാണിച്ചു തരണം, എഴുതി കാണിച്ചു തരണം. നിങ്ങളെ കൊണ്ട് അതിൽ ശ്രദ്ധിപ്പിക്കണം, പോയിൻ്റ് വ്യക്തമായി നിങ്ങളെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കണം. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു യൂണിറ്റാണ്. പെട്ടെന്ന് ഈ യൂണിറ്റ് തീർക്കാം നമുക്ക്. പക്ഷേ പറയുന്ന കാര്യങ്ങൾക്ക് ശരിക്കും നോട്ട് ചെയ്ത് വായിക്കുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫ് ഞാൻ ഫുള്ളായിട്ട് വായിച്ചു, നിങ്ങളും അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് വായിക്കുക. രണ്ടാമത്തെ പാരഗ്രാഫും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. Most presentations either inform the audience about the something to try to persuade and the audience about the product, service, an idea or a concept. പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് ഓഡിയൻസിന് കാണുമ്പം അതിൽ ഒരു പ്രചോദനം തോന്നണം, അതിലൊരു പ്രേരണ അവർക്ക് തോന്നണം. അതൊരു പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ അത് വാങ്ങാൻ തോന്നണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയം അംഗീകരിക്കാൻ അവർക്ക് തോന്നണം. ആ രൂപത്തിൽ വേണം പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ. Hence we often hear of sales presentation existing prospective clients as well as the presentation on project reports, proposal and updates of various business activity for a business associates, seniors, colleagues and subordinates. അപ്പോൾ പലപ്പോഴും ഈ പ്രസൻറ്റേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നത് ബിസിനസ്സിലെ പ്രോസ്പെക്റ്റീവ് ക്ലയൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്, കസ്റ്റമർ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ അവരെ സ്വാധീനിക്കാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോജക്റ്റോ റിപ്പോർട്ട്സോ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഇത് നടത്തുക. ഈ പാരഗ്രാഫ് നിങ്ങൾ നോട്ട് ചെയ്തതാണ്. ഹവർ ദീസ് പ്രസൻറ്റേഷൻ ഹാവ് ആൾസോ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ, അതായത് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, കുറേ ആൾക്കാർ ഒന്നിച്ചിരുത്തിയിട്ട് നിങ്ങളെ വിലയിരുത്തുക. അതും കഴിഞ്ഞിട്ട് നിങ്ങളോടൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറയും. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കുറേ ആൾക്കാരുടെ മുന്നിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് നമുക്ക് പ്രസൻറ്റേഷൻ്റെ കഴിവ് ഉണ്ടാവേണ്ടത്. ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിച്ച് പോയിൻറ്റ്സ് ഉണ്ടാക്കി ആ പോയിൻ്റ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. ഇപ്പോൾ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ്, സ്ത്രീകൾ നേരിടുന്ന വിഷയം, അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാൽ അവിടെ പോയിട്ട് ചറവറാന്ന് സംസാരിക്കുകയല്ല വേണ്ടത്. നിങ്ങളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക, അതായത് ഒരു പേജ് എടുക്കുക. ആ പേജിൽ കുറേ പോയിൻറ്റ്സുകൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പോയിൻ്റായിട്ട് എടുത്ത് എഴുതുക. അത് ഉണ്ടാക്കുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. എന്നാലും ചുരുക്കി ഞാൻ പറയാൻ, എന്താണ് പ്രോബ്ലം എന്നുള്ളത് നിങ്ങൾ എഴുതിയൊക്കെ അതിൻ്റെ ഹെഡിങ് കൊടുക്കുക. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അത് എന്തൊക്കെ ഏരിയകളിൽ ഉണ്ട് എന്നുള്ളത് ഓരോ പോയിൻ്റായിട്ട് നിങ്ങൾ മാറ്റി എഴുതിയിട്ട് 1, 2, 3, 4 പോയിൻ്റ് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആ 4 പോയിൻറ്റിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുക. എന്നിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക. ഹൗ ടു സോൾവ് ദിസ് പ്രോബ്ലം, അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് എഴുതുക. എന്നിട്ടൊരു കൺക്ലൂഷൻ കൊടുക്കുക ഈ ഒരു പരിപാടിയുടെ അവസാനം എന്നുള്ള രൂപത്തിൽ. ഇങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ നമ്മൾ നടത്തുക. അപ്പം പ്രസൻറ്റേഷൻ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നും അത് എന്തിനൊക്കെ എങ്ങനെയൊക്കെ നടത്താമെന്നും റിക്രൂട്ട്മെൻറ്റിൽ പോലും അത് നടത്തേണ്ടി വരും എന്നും നമ്മൾ മനസ്സിലാക്കുക. ഈ 3 പാരഗ്രാഫും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വായിച്ചാൽ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നിങ്ങൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ MBA പോലെയുള്ള കോഴ്സുകൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രസൻറ്റേഷൻ നടത്തണം. അതൊരു സ്പീച്ചായിരിക്കും. ആ സ്പീച്ചിൽ നമ്മൾ ഇതേപോലെ സ്ക്രീനിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അടുത്ത ടോപ്പിക്ക് നോക്കാം. റീഡിങ് മേക്കിംഗ് എ ഗുഡ് ഇംപ്രഷൻ. മേക്കിംഗ് എ ഗുഡ് ഇംപ്രഷൻ, അതാണ് നമുക്ക് വായിക്കാൻ തന്നിട്ടുള്ളൊരു ഭാഗം. റീഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഓൺ ദ പ്രസൻറ്റേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൻ ബിലോ. അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസർ ചെയ്യുക. ദ ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഓഫ് ദ പ്രസൻറ്റേഷൻ, നന്നായി ശ്രദ്ധിക്കുക.
ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇത് പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ടൊരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, മുന്നിലിരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അല്ലേ. വരച്ച് എന്തെങ്കിലും പിക്ചറൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ the first few minutes of the presentation are very precious and crucial. അതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതും വളരെ ബുദ്ധിമുട്ടേറിയതുമാണ്. ഇഫ് യു ഫെയിൽ ടു അറസ്റ്റ് ദി അറ്റൻഷൻ ഓഫ് യുവർ ഓഡിയൻസ്, ആ സമയത്ത് ആ ഫസ്റ്റ് തന്നെ നിങ്ങൾ കയറി വന്നിട്ട് ആ സമയത്ത് തന്നെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റണം. യു മേ ലോസ് ഇറ്റ് ഫോർ എവർ. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടം തന്നെയാണ്. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. തുടക്കം തന്നെ പാളിപ്പോയാൽ പോയി. നിങ്ങൾ തുടക്കം മുതൽ എന്ത് ചെയ്യണം, വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ ഓഡിയൻസിനെ കയ്യിലെടുക്കണം. ബിഫോർ യു ഹാവ് ഓപ്പൺഡ് യുവർ മൗത്ത് ടു സ്പീക്ക്, ഇറ്റ്സ് ഗോട്ട് ഡു വിത്ത് വേ ഓഫ് ലുക്ക് ആൻഡ് ക്യാരി യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ വേണം അവിടെ വരാൻ. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് നോക്കാം. യു ഡ്രസ് നീഡ്സ് ടു ബി നീറ്റ്. നിങ്ങൾ വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യണം. ഒരു പ്രസൻറ്റേഷനൊക്കെ നടത്താൻ പോകുമ്പോൾ ഡ്രസ്സിങ് വളരെ നീറ്റായിരിക്കണം. സ്മാർട്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദി ഒക്കേഷൻ. ആ ഒക്കേഷൻ യോജിക്കുന്ന രൂപത്തിൽ ആയിരിക്കണം. ഇപ്പോൾ ഒരു കോളേജിൻ്റെയും അല്ലെങ്കിൽ ഒരു റിസർച്ചിൻ്റെയോ ഒക്കെ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ വല്ലാണ്ട് അട്രാക്റ്റീവായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊന്നും ധരിച്ച് പോകാൻ പാടില്ല. നമ്മൾ ആക്ച്വലി ഒരു ഡിഗ്രി ഹോൾഡർ ആവുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലിലേക്ക് ഒരു മാറ്റം വരുത്തുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ വളരെ മോഡേണായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പൊതുവെ നമ്മൾ അത്യാവശ്യം ഒരു നല്ല രൂപത്തിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലുള്ള, എസ്പെഷ്യലി കൊമേഴ്സ് സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഒരു എക്സിക്യൂട്ടീവ് രൂപത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മൾ ആ അവസരം ഏതാണോ, ആ ഒരു ഒക്കേഷൻ എന്താണോ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഫോർമൽ പ്രസൻറ്റേഷൻ. ദ നെക്സ്റ്റ് തിങ് ടു പേ അറ്റൻഷൻ വുഡ് ബി യുവർ ഗെയ്റ്റ് ആൻഡ് പോസ്ചർ. നമ്മുടെ ശരീരഭാഷയിലും നമ്മുടെ ആംഗ്യങ്ങളിലൊക്കെ എന്ത് വേണം, പ്രത്യേക ഒരു പ്രത്യേക ആക്ഷൻ തന്നെ നമുക്ക് ഉണ്ടാവണം. അതായത് നല്ല ശരീരഭാഷ നമുക്ക് ഉണ്ടാവണം. ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. യുവർ ബോഡി കമ്മ്യൂണിക്കേറ്റ്സ് ഡിഫറെൻറ്റ് ഇംപ്രഷൻസ് ടു ഓഡിയൻസ്. പീപ്പിൾ നോട്ട് ഓൺലി ലിസൺ ടു യു ആൻഡ് ദേ ആൾസോ വാച്ച് യു. ആളുകൾ നിങ്ങളെ കേൾക്കുക മാത്രമല്ല ചെയ്യുക, നിങ്ങളെ വാച്ച് ചെയ്യുകയും കൂടെ ചെയ്യും അല്ലേ. നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോൾ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് ക്ലാസ് കേട്ടാൽ മതി. എന്നാൽ ഒരു പ്രസൻറ്റേഷനിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ബോഡി ലാംഗ്വേജും നമ്മൾ സംസാരിക്കുന്ന രീതിയും അതിൻ്റെ മെത്തേഡൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം എന്താണോ അതിൻ്റെ വിപരീതമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കണ്ടതാണല്ലേ, ഒരു മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ സ്റ്റേജിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞയക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. അതെന്താണ്, അദ്ദേഹം പറഞ്ഞതിൽ കാര്യമായ മിസ്റ്റേക്കൊന്നും ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ രീതിയും ബോഡി ലാംഗ്വേജും മാറിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വായിച്ച് നോക്കുക പാരഗ്രാഫ്. അപ്പോൾ നല്ലൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലെ ലാസ്റ്റത്തെ പാരഗ്രാഫ് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൽ പോവാം. The voice is probably most valuable tool in your process. നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ, ഒരു സ്പീക്ക് നടത്തുമ്പോൾ നമ്മുടെ വോയിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് നമ്മുടെ വോയിസ്, ഇപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ വോയിസ് ലോ വോയിസൊക്കെ ആയിട്ട് വരാം. ഡയറക്റ്റ് നടത്തുമ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ആ വോയിസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന എല്ലാ വോയിസും ഒരേപോലെയാണ് പോകുന്നത്. എന്നാൽ ഒരു പ്രസൻറ്റേഷനാണ്, നിങ്ങൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ വോയിസ് ഇതേപോലെ ഒരേ സൗണ്ടിലല്ല പോവാം, അതിന് വ്യത്യാസം വരണം. ദ വോയിസ് പ്രോബബ്ലി മോസ്റ്റ് വാല്യുബിൾ ടൂൾ ഇൻ യുവർ പ്രോസസ്. ഇറ്റ് ഈസ് ദി വെഹിക്കിൾ that carries most content that you wish to pass the audience. Hence, the presenter needs to use her voice maximum advantage. You must work the speed which you speak well as a volume, and the pitch, tone
അതർ ഏരിയാസ് നീഡ് ടു യുവർ അറ്റൻഷൻ. സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡിൽ പറയേണ്ടി വരും, ചിലപ്പോൾ വളരെ സ്ലോ ആക്കിയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും, ചിലത് ഉറക്കെ സംസാരിക്കേണ്ടി വരും, ചിലത് ശബ്ദം താഴ്ത്തിയിട്ട് സംസാരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഡയറക്റ്റ് ഒരു സ്പീച്ചൊക്കെ നടത്തുന്ന ആൾക്കാർ ചില കാര്യങ്ങൾ പതുക്കെ സംസാരിക്കും, ചില സമയത്ത് അവർ ആവേശത്തോടെ സംസാരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചേഞ്ചസ് നമ്മുടെ സംസാരത്തിൽ വരണം. ഡു നോട്ട് സ്പീക്ക് ഇൻ മോണോട്ടോൺ. നിങ്ങൾ മോണോട്ടോൺ ആയിട്ട് സംസാരിക്കരുത്. ആസ് ഇറ്റ് ബോർസ് ടു ദി ലിസണർ. മോണോട്ടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ശബ്ദത്തിൽ എങ്ങനെ സംസാരിച്ച് പോകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ലിസണർക്ക് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ മോഡുലേറ്റ് യുവർ വോയിസിൽ മാറ്റം ഉണ്ടാക്കുക. ഗുഡ് സ്പീക്കേഴ്സ് ലോവർ ദെയർ വോയിസ് ഡ്രോ ഓഡിയൻസ് ഇൻ. ചില സമയത്ത് താഴ്ത്തിയും ചില സമയത്ത് ഉയർത്തിയും സംസാരിക്കണം. ആൻഡ് റൈസ് ടു മേക്ക് ഇറ്റ് പോയിൻറ്റ്. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? അങ്ങനെ നമ്മൾ നന്നായിട്ട് സംസാരിച്ച് വരുമ്പോൾ ചില സമയത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ എല്ലാവരുടെയും അറ്റൻഷൻ നമ്മൾക്കൊന്ന് പ്രത്യേകമായിട്ട് കേന്ദ്രീകരിക്കും. ആ സമയത്ത് നമ്മളൊന്ന് ശബ്ദം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കുമ്പോൾ അവർ കൂടുതൽ എന്താ പറയുക, ലിസണിങ് അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തും. അപ്പോൾ അത്രയും അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉറക്കെ പറയുന്നത് മാത്രമല്ല ആളുകൾ മനസ്സിലാക്കുക, ചില സമയത്ത് പതുക്കെ പറയുന്നതും ആളുകൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും അല്ലേ. അപ്പോൾ ആ വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചില ആളുകളുണ്ട്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൂടുതൽ വോയിസ് എടുത്ത് സംസാരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്ര വോയിസാണ് അവിടെ എടുക്കേണ്ടി വരിക, അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട്. ഇപ്പോൾ കോളേജുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ചില ടീച്ചേഴ്സ്. നോർമൽ സ്പീക്കിങ്ങിൽ തന്നെ വളരെ കുറച്ച് സ്റ്റുഡൻസ് ഉള്ളെങ്കിലും അവർ വളരെ ഉച്ചത്തിൽ ക്ലാസ് എടുക്കും. അത് കുട്ടികൾക്ക് പോലും അത് മോശമാണ്. അത് ഒരു ഡ്രോബാക്സ് ആണ്, ഒരു നെഗറ്റീവായിട്ടാണ് അവരത് ബാധിക്കുക. എന്നാൽ പതുക്കെ ക്ലാസ് എടുത്താലും മോശമാണ്. അപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് അതിൻ്റെ വോയിസ് മോഡുലേഷൻ നിങ്ങൾക്ക് മാറ്റാം. പ്രസൻറ്റേഷനിൽ പിന്നെ നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യണം. ചില സമയത്ത് ഉയർത്തിയും ചില സമയത്ത് താഴ്ത്തിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 2-3 പാരഗ്രാഫ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ഈ ചെക്ക് യുവർ പ്രോഗ്രസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ കണ്ടെത്തണം. അപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രസൻറ്റർ എന്താണ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രസൻറ്റേഷൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, പ്രസൻറ്ററുടെ ക്വാളിറ്റി എന്താണ്, റോൾ ഓഫ് ഓഡിയൻസ്, അത് ആ പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉള്ളത്. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് എ പ്രസൻറ്റേഷൻ. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് മറ്റൊരാളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വെറുതെ പ്രസംഗത്തിന് പുറമെ നമ്മൾ ഒരു സ്ക്രീനൊക്കെ വെച്ചിട്ട് അവരെ കാണിച്ച് മനസ്സിലാക്കി കൊടുത്ത് പോയിൻറ്റ്സ് ആക്കിയിട്ട് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ക്ലാസ് തന്നെയാണ് സംഗതി. അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ബിഗിനിങ് ഉണ്ട്. ആ ബിഗിനിങ്ങിൽ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫാണ്. ആദ്യം നമ്മൾ ചെന്നിട്ട് വേഗം സബ്ജക്റ്റ് അങ്ങോട്ട് തുടങ്ങല്ല വേണ്ടത്. നമ്മൾ ഈ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വല്ലപ്പോഴും വരുന്നൊരു സംഗതിയാണ്. ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു പ്രസൻറ്റേഷൻ, അത് കഴിഞ്ഞു പിന്നെ അടുത്ത വർഷമായിരിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് യുവർ പർപ്പസ്. നമ്മുടെ ഉദ്ദേശം എന്താണോ ഇവിടെ പറയാൻ പോകുന്നത്, അതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളത് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രസൻറ്റേഷൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് ആദ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല പറയേണ്ടത്, നിങ്ങൾ ആരാണ് എന്ന് ആദ്യം പറയാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഇന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കലാണെന്ന് പറയുക. എന്നിട്ട് അതിനെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുക. അത് സബ്ജക്റ്റ് ടു ദി ഓഡിയൻസ്, ആ സബ്ജക്റ്റിനെ ഓഡിയൻസുമായി ബന്ധപ്പെടുത്തുക. സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നം അവിടെ ഫുള്ള് ആണുങ്ങളാണുള്ളതെങ്കിൽ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനെ അവരുമായിട്ട് നിങ്ങളുമായിട്ട് ഇതെങ്ങനെ യോജിക്കുന്നു എന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള രൂപത്തിൽ അതിനവരുമായിട്ട് റിലേറ്റ് ചെയ്യണം. ദെൻ ഗീവ് എ ബ്രീഫ് ഔട്ട്ലൈൻ. അപ്പോൾ സ്ത്രീകളുമായിട്ട് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു പേജ് ടെക്സ്റ്റ് അവരെ കാണിക്കല്ല വേണ്ടത്. 1, 2, 3, 4 മിനിമം മാക്സിമം ഒരു 4 പോയിൻറ്റ്സ്. ആ 4 പോയിൻറ്റ്സ് അവിടെ എടുത്ത് നോട്ട് ചെയ്ത് കാണിക്കുക. അതാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യുന്നത്, ഒരു ബിഗിനിങ്ങിൽ ചെയ്യേണ്ടത്.
സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ, വിവാഹ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, ആഫ്റ്റർ മാരേജ് ഉള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് എടുത്തിട്ടൊന്ന് കാണിച്ചു നോക്കൂ. അപ്പോൾ അതൊരു ഔട്ട്ലൈനായി എന്ന് പറയാം. അപ്പോൾ അതാണ് ആദ്യം നിങ്ങൾ ചെയ്ത് വെക്കേണ്ടത്. പിന്നെ മിഡിലിൽ എന്ത് ചെയ്യണം, ഡു നോട്ട് പ്രസൻറ്റ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മധ്യഭാഗം ഈ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഡു നോട്ട് പ്രസൻറ്റ് മോർ ദാൻ 4 മെയിൻ പോയിൻറ്റ്സ്. പോയിന്റുകൾ എടുക്കുമ്പോൾ കുറേ പോയിന്റ് 10-20 പോയിന്റ് ഒന്നിച്ചിട്ട് കാണിച്ചിട്ട് അതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യല്ല വേണ്ടത്. 4 പോയിന്റ്സ് എടുക്കുക, അതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കുക. അപ്പോൾ 4 പോയിൻ്റാണ് മാക്സിമം നിങ്ങൾ എടുക്കേണ്ടത്. സപ്പോർട്ട് മെയിൻ ഐഡിയാസ് ബൈ ഫാക്ട്സ്. എന്നിട്ട് ആ 4 പോയിന്റിനെയും നിങ്ങൾ കവർ ചെയ്ത് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മെയിൻ ഐഡിയ അതിൽ കുറച്ച് വസ്തുതകൾ നിങ്ങൾ പറയണം. വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. വസ്തുത എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള തെളിവ് സഹിതമുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കേണ്ടത്. ദെൻ യൂസ് ദ സൈൻ പോസ്റ്റിംഗ്. കുറച്ച് സൈൻ പോസ്റ്റിംഗ് യൂസ് ചെയ്യണം. സൈൻ പോസ്റ്റിംഗ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ദെൻ യൂസ് വിഷ്വൽസ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ എഴുത്ത് മാത്രം കാണിച്ചാൽ പോരാ. എഴുത്തിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ ശ്രദ്ധ ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുക പിക്ചർ കാണിക്കുമ്പോഴാണ്. വിഷ്വൽസ് കാണിക്കുക. അവിടെ നമുക്ക് വീഡിയോ പ്രസൻറ്റ് ചെയ്യാം, അവിടെ നമുക്ക് ഗ്രാഫ് ഇമേജസ് പ്രസൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ മിഡിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുക എന്ന് ഇതിൽ പറയുന്നു. എൻഡിങ്, റീഇൻഫോഴ്സ് വാട്ട് യു ഹാവ് സെഡ്. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് 4 പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇത് വരും. അത്രയും സമയം കൊണ്ട് അത്രയും പോയിൻറ്റ്സ് വിശദീകരിച്ചിട്ട് എന്നാൽ ബൈ എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. എൻഡിങ് മാന്യമായ രൂപത്തിലൊരു ക്ലോസിങ് അതിന് വേണം. അതെങ്ങനെയാണ്? സമ്മറൈസ് ദ മെയിൻ പോയിൻറ്റ്സ്. നേരത്തെ പറഞ്ഞ മെയിൻ പോയിൻറ്റ്സ് ഒന്നുകൂടെ എടുക്കുക. എന്നിട്ട് അപ്പം നമ്മളിന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഇതൊക്കെയാണ് എന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കുക. എന്നിട്ട് ഡു നോട്ട് പ്രസൻറ്റ് ന്യൂ ഐഡിയാസ്. പിന്നെ അവിടെ വേറെ എടുത്ത് സംസാരിക്കാൻ പാടില്ല, അതവിടെ ക്ലോസ് ചെയ്യണം. മേക്ക് എ കൺക്ലൂഷൻ. എന്നിട്ട് അത് അവസാനിപ്പിക്കുക, ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കുക. ദെൻ റിലേറ്റ് കൺക്ലൂഷൻ ടു ദി ഓഡിയൻസ്. അപ്പോൾ അത് വെറുതെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അവസാനിപ്പിക്കുകയല്ല, അത് അവരെ അറിയിക്കണം. ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്, നമുക്കത് അവസാനിപ്പിക്കാം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അവസാനിപ്പിക്കാം. എന്നിട്ട് അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവുകയല്ല ചെയ്യേണ്ടത്. അത് ആ കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇൻവൈറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം കൂടി ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാൻ സമയം കൊടുക്കണം. അത് ലാസ്റ്റാണ്. അപ്പം ബിഗിനിങ്ങിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, മിഡിൽ 4 കാര്യങ്ങൾ പറഞ്ഞു, എൻഡിങ്ങിൽ 5 കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ വരുന്ന ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാവും. യൂസിങ് വിഷ്വൽ എയ്ഡ്സ്. ആ ഒരു ടോപ്പിക് അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് വിഷ്വൽ എയ്ഡ്സ് എങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ആ പാരഗ്രാഫ് മൊത്തത്തിൽ നിങ്ങൾ വായിക്കേണ്ടതാണ്. മോസ്റ്റ് പ്രസൻറ്റേഷൻ ഡീൽ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് അതർ കോംപ്ലക്സ് ഡാറ്റ which would be confusing it were described in words without any visual support. നമ്മൾ ഇതേപോലെയുള്ള പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് പല കാര്യങ്ങളും പറയുമ്പോൾ വേർഡ്സിലോ അല്ലെങ്കിൽ കണക്കായിട്ടോ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കില്ല, ബോറിംഗ് ആയിരിക്കും. ഇപ്പം ആത്മഹത്യയുടെ നിരക്കെടുക്കുക, സ്ത്രീകളുടെ ആത്മഹത്യയുടെ നിരക്കെടുക്കുക, അത് ഇന്ന വർഷം ഇന്നതുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണക്ക് 1990 ഇത്ര, 91 ഇത്ര എന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അതിനൊരു ഗ്രാഫായിട്ട് എടുത്തിട്ട് കാണിച്ചാലോ. ഇപ്പോൾ ഇതിലൊരു പൈ ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ജനസംഖ്യയുടെ കണക്ക്, ടോട്ടൽ ആണ് പെണ്ണ് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള കണക്ക് പറയുന്നതിനേക്കാൾ ഇങ്ങനൊരു ഡയഗ്രാം കാണിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡിങ് ആവും. അപ്പോൾ വിഷ്വൽ എയ്ഡിന് വലിയ പ്രാധാന്യമുണ്ട്. അതിങ്ങനെയൊക്കെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, അതിന് നല്ല ഒരു ഗ്രാഫൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം കാണിക്കാൻ. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് നിങ്ങൾ വായിക്കണം. വായിച്ചാൽ മനസ്സിലാകുന്ന ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ വരുന്നത്. അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ഹവർ യു മസ്റ്റ് എൻഷുർ ദാറ്റ് യുവർ വിഷ്വൽ ആർ റെലവൻറ്റ്. വിഷ്വൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ വിഷ്വൽ റെലവൻ്റ് ആണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം, അത് കൃത്യമാണെന്ന്
ഉറപ്പാക്കണം. അത് ക്ലിയർ ആണെന്ന് ഉറപ്പാക്കണം. നെവർ ഓവർലോഡ് ലിസണേഴ്സ് വിത്ത് ഇൻഫർമേഷൻ. ഒരുപാട് വിവരങ്ങൾ ഒന്നിച്ചാണ് നൽകിയിട്ട് ഒരു ഓവർലോഡ് ആക്കാൻ പാടില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കണം അതിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ വിഷ്വൽ എയ്ഡ്സിന് വളരെ വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾ എന്നെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ലാംഗ്വേജ് അസോസിയേറ്റ് വിത്ത് ടോക്കിംഗ് അബൌട്ട് വിഷ്വൽസ്. ഒരു വിഷ്വൽസൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഓഡിയൻസിനോട് പറയണം, എന്താണ് അവരോട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ലുക്ക് അറ്റ്. ആദ്യം തന്നെ നിങ്ങൾ ഈ പിക്ചറിലേക്കൊന്ന് നോക്കൂ എന്ന് കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് ബോഡി ലാംഗ്വേജൊക്കെ അവിടെ വേണം എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ വുഡ് ലൈക്ക് ടു ഷോ യു. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിപ്പോൾ വരും, ആ പിക്ചർ ഇതിലേക്ക് നോക്കൂ എന്നൊക്കെ നിങ്ങൾ അവരുടെ ശ്രദ്ധ ഇൻവൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കുറേ വേർഡ്സ്, ഫ്രേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കാം. നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരാം. എൻഡിങ് ഓഫ് പ്രസൻറ്റേഷൻ. അപ്പോൾ എൻഡിങ് ഓഫ് പ്രസൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ പോയിൻറ്റ്സ് ആയിട്ട് അവിടെ പറഞ്ഞു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പാരഗ്രാഫും വായിച്ച് മനസ്സിലാക്കുക. എക്സാമിന് ചോദിക്കുന്നത് തന്നെയാണ് ഇതൊക്കെ. എങ്ങനെയാണ് നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തുക, അവിടെ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. റീഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ഓൺ ദ എൻഡിങ് ഓഫ് പ്രസൻറ്റേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. The most important parts of your presentation are the beginning and the conclusion. ഒരു പ്രസൻറ്റേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൻ്റെ തുടക്കവും ഒടുക്കവും. ഒടുക്കം കേടുവരാൻ പാടില്ല, മോശമാവാൻ പാടില്ല. പെട്ടെന്ന് നമ്മൾ നിർത്തിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് പോയാൽ അതുവരെ ഇരുന്ന എല്ലാവരുടെ ഇംപ്രഷനും അവിടെ ഇല്ലാണ്ടാവും. By starting out well, the capture attention audience and concluding well, you can leave with them something think over do. നിങ്ങൾ തുടക്കവും അതേപോലെ തന്നെ ഒടുക്കവും വളരെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ മടങ്ങാം. An effective way to end is to review your points and connect them to your introduction. അപ്പോൾ ഒരു എൻഡിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ പോയിൻ്റ് ഒന്നുകൂടെ എടുക്കുക, എന്നിട്ട് അവസാനിപ്പിക്കുക, അതിനെ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ചെയ്യുക. ദിസ് ആൾസോ ഹെൽപ്പ് വിത്ത് ദ ഓവറാൾ കോഹറൻസ് ഓഫ് യുവർ ടോക്ക്. നിങ്ങളുടെ മൊത്തത്തിലുള്ള സംസാരം അതിൻ്റെ ഒരു ഭംഗി അവർക്ക് ആ ഓഡിയൻസിന് കിട്ടും. യു നീഡ് ടു റീസ്റ്റേറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് യുവർ പ്രസൻറ്റേഷൻ. നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ എടുത്തിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യണം, ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബുക്കിൽ നമുക്ക് അത് അറിയാൻ പറ്റും. നമ്മുടെ ബുക്കിൽ കുറേ തിയറീസ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സമ്മപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജാണ്, ഒരു പാരഗ്രാഫ് കാണാം. അതിൽ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യും. അപ്പം അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും അത് നോക്കാം. അതായത് നിങ്ങളുടെ എല്ലാ ബുക്കിൻ്റെയും എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അതിൻ്റെ സമ്മപ്പ് ഒന്ന് വായിച്ച് നോക്കിയാൽ അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒന്നിച്ചവിടെ പറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ലൊരു രീതിയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവസാനം ഒന്നുകൂടി എടുത്ത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ഓരോ ക്ലാസ്സും അവസാനിപ്പിക്കുക. യു നീഡ് ടു റീസ്റ്റേറ്റ്. ഇനി ഇഫ് ദ പ്രോബ്ലം വാസ് അബൌട്ട് എ പ്രോബ്ലം, ഇഫ് എ പ്രസൻറ്റേഷൻ വാസ് അബൌട്ട് എ പ്രോബ്ലം, പ്രസൻറ്റേഷൻ ഒരു പ്രോബ്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ യു കുഡ് റീസ്റ്റേറ്റ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം നിങ്ങൾ എടുത്ത് കാണിക്കുക. ദെൻ പ്രൊവൈഡ് എ സൊല്യൂഷൻ ഇൻ നോ മോർ ദാൻ 2 സെൻറ്റൻസ്. അതിന് വലിയൊരു സൊല്യൂഷൻ അല്ലാത്ത പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കുകയും ചെയ്യുക. ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് സൊല്യൂഷൻ, അല്ലാതെ പ്രോബ്ലം പറഞ്ഞിട്ട് പോകാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഇപ്പോൾ വനിതകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കുറേ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? അത് പറഞ്ഞു തന്നിട്ട് അവസാനം അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പോയിൻറ്റ്സ് കൂടി നമുക്ക് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോഴാണ് ഏറ്റവും നല്ല പ്രസൻറ്റേഷൻ ആവുക. The ending with a quotation or punch line usually leave a great impact on the audience. അപ്പം നമ്മുടെ അവസാനം എന്തെങ്കിലും ഒരു കൊട്ടേഷനോ ഒരു പഞ്ച് ഡയലോഗോ ഒക്കെ ചേർത്തിട്ട് ആവുമ്പം അത് കുറച്ചുകൂടി നമ്മുടെ ഓഡിയൻസിന് ഹെൽപ്ഫുള്ളായിരിക്കും, അവർ ഇമ്പ്രസീവ് ആയിരിക്കും. അപ്പോൾ അവസാനം നിങ്ങൾ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞിട്ട്, ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കുക. അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുക. ഈ സൈൻ പോസ്റ്റിംഗ് ഓഫ് ദി എൻഡ് ഓഫ് യുവർ ടോക്ക്, നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈൻ പോസ്റ്റിംഗ് നമ്മൾ നേരത്തെ കണ്ടു. സൈൻ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ്. ഐ വുഡ് ലൈക്ക് ടു സമ്മറൈസ് ഓർ സം അപ്പ്.
ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാം. അറ്റ് ദിസ് സ്റ്റേജ് ഐ വുഡ് ലൈക്ക് ടു റൺ ത്രൂ, ഞാൻ നിർത്തിപ്പോവുകയാണ് എന്നുള്ള അർത്ഥത്തിൽ. സോ വി ഹാവ് ടു സീൻ ടുഡേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അതൊന്നുകൂടെ പറയാം. ഐ ഹാവ് ടയർഡ് ടു എക്സ്പ്ലെയിൻ ഈസ് മോർണിംഗ്. ഐ ഹാവ് ട്രൈഡ് ടു എക്സ്പ്ലെയിൻ ദിസ് മോർണിംഗ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ അതൊന്നുകൂടെ എടുത്ത് പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അങ്ങനെയുള്ള കുറച്ച് ഫ്രേസുകളാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസുകളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ. വളരെ ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് നല്ലൊരു പ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളത്. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പോയിൻറ്റ്സിലൊക്കെ നോട്ട് ചെയ്യുക. ഉള്ള പാരഗ്രാഫൊക്കെ നമുക്ക് വായിക്കാനുള്ളതാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ഗുഡ് ബൈ.